ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, യഥാർത്ഥ പേര് പറയാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ സോമലത എന്ന് വിളിച്ചോളൂ. എനിക്ക് 50 വയസ്സ്, 2 കുട്ടികളുണ്ട്. മൂത്തത് പെൺകുട്ടിയാണ്, അവളുടെ വിവാഹം കഴിഞ്ഞു. ഇളയത് ആൺകുട്ടി, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് 3 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു സാധാരണ കുടുംബമായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സുന്ദരികളായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ അനിയത്തിയേക്കാൾ സൗന്ദര്യം എനിക്കായിരുന്നു. പക്ഷേ എൻ്റെ അനിയത്തി ഭയങ്കര വാശിക്കാരിയാണ്. അവളുടെ വാശി എൻ്റെ അച്ഛനും അമ്മയും അംഗീകരിക്കുമായിരുന്നു. അവളുടെ കല്യാണമാണ് ആദ്യമേ നടന്നത്. എന്നേക്കാൾ 2 വയസ്സിന് ഇളയതാണ് അവൾ. അവൾ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. നല്ല സുന്ദരനായൊരു പുരുഷൻ അവളുടെ കൂടെ പഠിച്ചതാണേ. എനിക്കാണെങ്കിൽ പ്രേമിക്കാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഒന്നുമില്ല. അതുമാത്രമല്ല, മാതാപിതാക്കൾക്ക് എന്നോട് സ്ട്രിക്റ്റായ സമീപനമാണ്. അവൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാം നടത്തിക്കൊടുക്കും. പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ നേരെ തിരിച്ചു വേണം. എനിക്ക് ഒരു ധൈര്യമില്ലാത്ത ടൈപ്പായിരുന്നു. അവസാനം എൻ്റെ കല്യാണവും അവളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നടന്നു. ഞങ്ങൾ രണ്ടുപേരും പഠിക്കാൻ മിടുക്കുകളായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സർക്കാർ ഉദ്യോഗം കിട്ടുകയും ചെയ്തു. എനിക്ക് ഓഫീസ് സ്റ്റാഫായിട്ടാണ് കിട്ടിയത്, അവൾ ടീച്ചറായിട്ടും. രണ്ടുപേരും 2 രീതിയിലാണ് പഠിച്ചത്. അവൾ എന്നെ കട്ടി പഠിക്കാനും മിടുക്കിയായിരുന്നു. പക്ഷേ സൗന്ദര്യം അത് എനിക്ക് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വീട്ടുകാരെല്ലാം കൂടി നല്ലൊരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്, അവരുടെ നിലയ്ക്കും വിലയ്ക്കുമൊക്കെ ഒത്ത. പക്ഷേ എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. സൗന്ദര്യപരമായി നോക്കുമ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ അത്രയും സൗന്ദര്യം അയാൾക്കില്ല. ജസ്റ്റ് ഒരു ആവറേജ് മാൻ. എനിക്ക് ആ കല്യാണത്തിന് ഒട്ടും സമ്മതമല്ല. അച്ഛനും അമ്മയും എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ എൻ്റെ സ്വപ്നപുരുഷൻ അതല്ലായിരുന്നു. എങ്കിലും കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഏതൊരു സ്ത്രീയെപ്പോലെ ഞാനും പഠിച്ചു. എനിക്ക് കിട്ടിയൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗന്ദര്യത്തിൽ എൻ്റെ ഭർത്താവിന് വലിയ മതിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എനിക്ക് വേണ്ടി എല്ലാ ദിവസവും തേടി തേടി വന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഭർത്താവിനും മറ്റു പെണ്ണുങ്ങളെ തേടിപ്പോകാൻ വലിയ മടിയുള്ള കൂട്ടത്തിലാണ്. അത്ര ധൈര്യമൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ആളൊരു പുലിയാണ്. എല്ലാം എൻ്റെ മേൽ വർഷിക്കാനായിരുന്നു ഒത്തിരി താല്പര്യം. ഞാനാണെങ്കിൽ അധികം താല്പര്യമൊന്നും പ്രകടിപ്പിക്കാതെ അങ്ങ് സമ്മതിക്കും. അപ്പോൾ എനിക്ക് പൂർണ്ണമായ പ്രയോജനങ്ങൾ കിട്ടിത്തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസമെങ്കിലും മുടക്കിക്കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ക്രൂരമായി നോക്കും. അത് കാണുമ്പോൾ മനസ്സിലാകും. ഓടിപ്പാഞ്ഞ് എൻ്റെ അടുത്ത് വരികയും ചെയ്തു. പ്രസവം കഴിഞ്ഞുള്ള സമയങ്ങളിൽ മാത്രമാണ് ഞാനും ഭർത്താവും അകന്നുന്നത്. അല്ലാതെ മിക്കവാറുമുള്ള എല്ലാ ദിവസങ്ങളിലും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാര്യം വിവാഹത്തിന് മുമ്പ് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിലും ഭർത്താവിൻ്റെ ഇഷ്ടം കൂടൽ മൂലം എനിക്കിതിൽ ഒത്തിരി ഇഷ്ടമാണ്. പുറത്തുള്ളൊരാണിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നും എനിക്ക് അന്നില്ലായിരുന്നു. കാര്യം എൻ്റെ ഭർത്താവ് ഒട്ടുമിക്കവാറും ദിവസങ്ങളിലെല്ലാം ആക്റ്റീവായിരുന്നു. ഇനി എവിടെയെങ്കിലുമൊക്കെ പോയാലും അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ്നെസ്സിന് ഒരു കുറവുമില്ല. അതിൻ്റെ ഭാഗ്യമായിരുന്നു. പിന്നെ മാഡം, ഇത്രയും പ്രായമായിട്ടും അദ്ദേഹത്തിന് എല്ലാ ദിവസവും താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊന്ന് താല്പര്യമായിരുന്നു. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അത് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതുവരെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്. ജിമ്മിലൊക്കെ പോയിരുന്നു, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ പുള്ളിയുടെ സ്റ്റൈലൊക്കെ കുറേ അങ്ങ് മാറ്റിയെടുത്ത് ഭർത്താവിനെ സ്റ്റൈലാക്കിയിരുന്നു. കാര്യമില്ലേ മാഡം, ബന്ധുക്കളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുന്ന സമയത്താണല്ലോ എൻ്റെ അനിയത്തിയും ഭർത്താവും വരുന്നത്. അനിയത്തിയുടെ ഭർത്താവിനെ കാണുമ്പോൾ അടിമുടി എനിക്ക് അസൂയുണ്ടായിരുന്നു. എന്തൊരു സൗന്ദര്യമുള്ള ആണാണ് അവൾ, എന്നും അയാളുടെ കൂടെ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി നാണക്കേടാണ് തോന്നുന്നത്. നാണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഓർത്ത് എൻ്റെ തിരഞ്ഞെടുപ്പ് ഇത്രയും മോശമായല്ലോ. അവളെപ്പോലെ ധൈര്യമുണ്ടായിരുന്നെങ്കിൽ, മാതാപിതാക്കളോട് വാശി പിടിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ പ്രയോജനമുള്ള ഒരാളിനെ കിട്ടിയേനേലോ എന്ന് ഞാൻ ഓർക്കും. പക്ഷേ പിന്നീട് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നോർത്ത് ഒരു സമാധാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം സ്വസ്ഥമായിട്ട് പോയത്. പെട്ടെന്ന് ഭർത്താവ് അങ്ങില്ലാതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തകർന്നു പോയി. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ തൻ്റെ ഇടത്തിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ പണമുണ്ട്, ജോലിയുണ്ട്, എല്ലാമുണ്ട്. സാമൂഹ്യപരമായിട്ട് ഇപ്പോൾ എനിക്ക് ജീവിച്ചു പോകാം. പക്ഷെ അതല്ലല്ലോ കാര്യം. ഈ ഒരു കാര്യം അത് കറക്റ്റായിട്ട് നടത്താൻ ആളില്ലല്ലോ എന്നോർത്താണ് എനിക്ക് ഏറ്റവും പ്രശ്നമുണ്ടായത്. ഞാനൊരു ക്രൂരയായ സ്ത്രീയാണെന്ന് വിചാരിക്കരുത്. ഭർത്താവ് പോയതിലുള്ള ദുഃഖം 7-8 ദിവസമേ ഉണ്ടാകൂ. അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ എന്നോർത്താണ്. എനിക്ക് ഇതിന് മാത്രം ധൈര്യമില്ല.
കാര്യം സത്പേരുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ആര് വരും? ആരെയെങ്കിലും ഇനി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കാൻ പറ്റുമോ? ഇല്ല. മക്കൾ വളർന്നു വന്നു, മോളുടെ കല്യാണപ്രായമായി. ഇനി എങ്ങനെയാണ്? ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ശൂന്യതയിലേക്ക് പോയ പോലെ എനിക്ക് തോന്നി മാഡം. പിന്നെ വേറൊരു കാര്യമുണ്ട്. എനിക്ക് ഒരു നേരത്തെ ചോറില്ലാതെ വേണമെങ്കിൽ രാത്രി അങ്ങ് ജീവിക്കാം, അത്താഴമില്ലാതെ. പക്ഷേ അങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാൻ. ആരോട് പറയാനാണ്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ കാര്യം കട്ടപ്പുകയാണ്. അല്ലെങ്കിൽ നല്ല ധൈര്യം വേണം. 2-3 മാസം കഴിയുമ്പോൾ തന്നെ മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു സെറ്റപ്പ് വേണം. അല്ലെങ്കിൽ ഇറങ്ങി അങ്ങ് പോകണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ നന്നായി നടക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അതിന് ധൈര്യം വേണ്ടേ? ആ ധൈര്യം എനിക്കില്ല. അതൊക്കെ ഓർത്ത് സത്യമായും ഞാൻ ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ട്. ഓരോ രാവുകൾ ഞാൻ ഓർക്കും. പിന്നെ യന്ത്രങ്ങളെപ്പറ്റിയും മറ്റ് പല മാർഗങ്ങളെപ്പറ്റിയും എൻ്റെ സ്വയമായ സംതൃപ്തിയെപ്പറ്റിയും ഒക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ല. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ വേണം. ഇല്ലെങ്കിൽ പിന്നെന്തിനാണ്? ഇതൊക്കെ ഫേക്കാണ്. ഫേക്ക് സംതൃപ്തി എനിക്ക് വേണ്ട. യഥാർത്ഥമായിട്ടുള്ളത് തന്നെ വേണം. എങ്കിലേ അതിലൊരു യഥാർത്ഥം കാണൂ എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ എവിടുന്ന് കിട്ടും? എവിടുന്ന് ഒരാലിപ്പഴ മഴ പൊഴിഞ്ഞ് എൻ്റെ മുറ്റം നിറയും? എനിക്ക് ഒന്നും അറിയില്ല. ആകെ ഞാൻ ഇരുണ്ടൊരു അവസ്ഥയിലായിരുന്നു. ഭർത്താവിൻ്റെ ചില ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വന്നിരുന്നു, ബന്ധുക്കളെല്ലാം. അപ്പോൾ എൻ്റെ അനിയത്തിയും ഭർത്താവും വന്നു. അവർ മാറുന്ന സംസാരിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടിവയർ പുകഞ്ഞു മാഡം. പോകാൻ നേരത്ത് അനിയത്തിയുടെ ഭർത്താവ് എൻ്റെ മുറിയിൽ വന്നിരുന്നു. ഭാഗ്യവശാൽ ആ സമയത്ത് ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്നോട് കുറേ സാന്ത്വന വചനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടിട്ട് തിരിച്ചു പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ഫാമിലിയിൽ ആണൊരുത്തൻ നീയേ ഉള്ളൂ. നീ ഞാൻ വിളിക്കുമ്പോൾ വരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരില്ലേ. ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് വരാനൊരു ചാൻസ് കിട്ടാഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഓടി വരില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതിലെന്തൊക്കെയോ അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾ എന്ന് വെച്ചാൽ അവനെന്താ ഉദ്ദേശിച്ചത്? ചേട്ടനും മനേനും കൂടെ ഒരു സൗഹൃദമുണ്ടായിരുന്നു. വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർ പുറത്ത് വെച്ച് കാണാറുമുണ്ട്. ഇങ്ങോട്ടുള്ള വരവ് വല്ലപ്പോഴുമാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി ആണുങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു കാണുമോ? എന്നുമുള്ള ഉത്സവ കൊടിയേറ്റുകളെ പറ്റി ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് കാണുമോ? ഭാര്യമാരെ പറ്റി എന്തായാലും രണ്ടാണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരിക്കും. കിടപ്പറ രഹസ്യങ്ങളും ഇവരൊക്കെ പറയാൻ സാധ്യതയുണ്ട്. എന്നെപ്പറ്റി ഭർത്താവ് പറഞ്ഞു കാണും. എന്നും എനിക്ക് ഉത്സവമേളം വേണമെന്ന് അവൻ അതാണോ ഉദ്ദേശിച്ചത്? ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് ഉത്സവം നിർത്തിയിരുന്നെങ്കിൽ കൊടിയേറ്റാൻ വേണ്ടി ഇവൻ വരുമെന്നാണോ ഉദ്ദേശിച്ചത്? എനിക്കൊരു പിടിയുമില്ല. ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയെന്നാണ് ഉദ്ദേശിച്ചത്. എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എങ്കിലും പ്രതീക്ഷകൾ ഏത് വഴിക്ക് വന്നാലും സ്വീകരിക്കണമല്ലോ. അതുമാത്രമല്ല, എനിക്ക് ആരെ പ്രേമിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ആരുടെയും കുടുംബജീവിതം താർക്കണമെന്നുമില്ല. എനിക്ക് വേണ്ടത് എൻ്റെ ചില മണിക്കൂറുകൾ മാത്രം. അതിന് കൂട്ടി തന്നാൽ മതി. ഞാൻ വേറെ ഒരു ഡിമാൻഡും വയ്ക്കില്ല. ഇങ്ങനെയൊക്കെ ഞാൻ മനസ്സിലോർത്തു. പിന്നീട് മകനങ്ങ് പഠിക്കാൻ പോയി. മകളും ദൂരെ നിന്നാണ് പഠിക്കുന്നത്. തനിയെ താമസിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ പകലൊക്കെ ആളുകളുമുണ്ട് സഹായത്തിന്. ഞാനങ്ങ് ജോലിക്ക് പോകുമല്ലോ, അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ അനിയനെ വിളിക്കാൻ തുടങ്ങി. നീ ഇങ്ങോട്ട് വരണം, എനിക്ക് അവിടെ വരെ പോകണം, അമ്പലത്തിൽ പോയി നേർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വരാൻ തുടങ്ങി. അങ്ങനെ 3ാമത്തെ പോക്കിന് തന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ചേച്ചി എന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ, ഇങ്ങനെ വല്ലപ്പോഴും വിളിച്ചാൽ പോരാന്ന്. ഞാൻ പറഞ്ഞു, അതെന്താടാ, നീ എൻ്റെ കൂടെ ഒന്ന് താമസിക്കുമോന്ന്. അപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ എൻ്റെ ഭാര്യ ചേച്ചിയുടെ അനിയത്തിയല്ലേ, അവർ സമ്മതിക്കില്ലല്ലോ. ഒന്നാമതേ ചേച്ചിയോട് അസൂയാണെന്ന്. അവൾക്കെന്തിനാണ് എന്നോട് അസൂയ? ചേച്ചി ഇപ്പോഴും സുന്ദരിയല്ലേ, അവളേക്കാൾ സുന്ദരി ചേച്ചിയാണെന്ന് പറഞ്ഞ് അവൾക്ക് ചേച്ചിയോട് പണ്ടേ അസൂയുണ്ട്. ആ പറഞ്ഞിട്ടെന്താ കാര്യം? അവൾ നീ കൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. നിന്നെപ്പോലെ സുന്ദരനായ ഒരുത്തിനെ അവൾക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ കാര്യം എന്താ? വീട്ടുകാരെ പേടിച്ചനുസരിച്ച് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളെ കിട്ടി, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. അല്ല, ചേച്ചിക്ക് ചേട്ടനെ ഇഷ്ടമല്ലായിരുന്നു? ഇഷ്ടമൊക്കെയാണ്. ഞങ്ങളുടെ ദാമ്പത്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോഹിച്ച ആളെന്നോലെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ചേച്ചിക്ക് പ്രേമമുണ്ടായിരുന്നു? അങ്ങനല്ലടാ, ഏത് പെണ്ണിനും സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ്റെ രൂപം മനസ്സിൽ കാണും. അങ്ങനെ ഒരാളെയല്ല എനിക്ക് കിട്ടിയത്. അപ്പോൾ അവനെടുത്ത വായി ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ സൗന്ദര്യം ചേച്ചിക്ക് പറ്റുമായിരുന്നോ എന്ന്. ഞാനതിന് ഒരു മറു ചോദ്യമാണ് എറിഞ്ഞത്.
നീ അവളെക്കാൾ മുന്നേ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഓഫ് കോഴ്സ്, ചേച്ചിയല്ലേ സുന്ദരി, ചേച്ചി ആദ്യം കണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് ഞാൻ പ്രേമിച്ചേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ എൻ്റെ കാര്യങ്ങൾ നിന്നോട് തുറന്ന് പറയാം. ഞാനും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ, അപ്പോൾ ഊഹിച്ചത് ശരി തന്നെ. ഇവർ രണ്ടുപേരും കൂടെ നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ഒന്നിച്ച് മദ്യപിക്കുകയും ചെയ്ത് കാണുമായിരിക്കാം, നമുക്കറിയില്ലല്ലോ, പുറത്താണല്ലോ എല്ലാം. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ച് പറയുമായിരുന്നത്രേ, നിൻ്റെ ചേച്ചിക്ക് ഇന്നലെ വല്ലാത്ത ഇളക്കമാണെന്ന്. എന്നെ ഒരു ഇളക്കക്കാരി എന്നുള്ള മട്ടിലാണ് ഭർത്താവ് പറഞ്ഞിരുന്നത് അവനോട്. എന്തൊരു നാണക്കേടാണ്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി നാണക്കേടല്ല, ഒരു കണക്കിന് നോക്കുമ്പോൾ ചേട്ടനാണ് ഭാഗ്യവാൻ. എൻ്റെ കാര്യം അധോഗതിയാണെന്ന്. എന്താടാ, നിങ്ങൾ തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? പക്ഷേ ചേച്ചി, അവൾക്ക് ഈ കാര്യത്തിലൊന്നും അത്ര ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേയില്ല. 2 കുട്ടികൾ ഉണ്ടായെന്നുള്ളതേ ഉള്ളൂ. പ്രേമമുണ്ട്, അതുകൊണ്ട് കിട്ടി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അക്കിടെയാണ് പറ്റിയത്. എന്താടാ? ചേച്ചിയെപ്പോൾ തന്നെയാണ് എൻ്റെ ക്യാരക്ടറും. എനിക്കും ദിവസവും ഉത്സവമേളം കേൾക്കണം. പക്ഷേ അവൾക്കത് സമ്മതമല്ല, വല്ലപ്പോഴും മാത്രം. എൻ്റെ അനിയത്തെ പറ്റിയിട്ട് എനിക്കങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നില്ല. അവളാണെങ്കിൽ തുള്ളിക്കളിച്ച് നടക്കുകയാണ്. ഇത്രയും പ്രായമായിട്ടും അവൾക്ക് ഇങ്ങനൊരു ക്യാരക്ടറോ? അവളെന്താണ് ഇത്രയും പ്രസരിപ്പുണ്ടായിട്ടും ദാമ്പത്യ ബന്ധത്തിൽ ഊർജ്ജമില്ലാത്തവളായി പോയത്? എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണ് ചേച്ചി, പുറത്ത് ആക്റ്റീവായവർ ചിലപ്പോൾ ഇതിനൊന്നും ആക്റ്റീവ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചേച്ചിയാണെങ്കിൽ അവളേക്കാൾ ഒതുങ്ങിയ പ്രകൃതമാണ്. എന്നിട്ട് അവിടെ എങ്ങനെയാണ് ഊർജ്ജ കൂടുതലും എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. ഇനി എങ്ങനെയാ ചേച്ചി എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ചോദിച്ചു, എടാ നിനക്ക് വരാൻ പറ്റുമോ? അവൻ പറഞ്ഞു, ചേച്ചി എല്ലാ ദിവസമൊന്നും എനിക്ക് വരാൻ പറ്റില്ലെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഞാൻ ചേച്ചിയുടെ സേവനാർത്ഥം വരാമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അന്ന് ഞങ്ങൾ പോയ കാര്യം എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞത്, ഇന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് നീ പോകാമെന്ന്. അവൻ പറഞ്ഞു, എങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ഓഫ് ചെയ്ത് വെക്കട്ടെ എന്ന്. പിന്നെ ഞാനായിരുന്നു മാഡം അഗ്നിപർവ്വത ശിഖരങ്ങളിലേക്ക് അവനെ തള്ളിവിട്ടത്. കാര്യം അവനേക്കാൾ കൂടുതൽ ആവശ്യം എനിക്കായിരുന്നല്ലോ. അന്നാണ് എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നിയത്. ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് അവരുടേത് ഒരു സമ്പൂർണ്ണ ദാമ്പത്യമാണെന്നാണ്. അവൻ ഒരു സുന്ദരനായതുകൊണ്ട് അവൾക്ക് സ്വർഗലോകമാണെന്നാണ്. പക്ഷേ നമ്മുടെ വിചാരങ്ങളും ഒക്കെ തെറ്റാണ്. കാര്യം പുറത്ത് കാണുന്നൊന്നുമല്ല, അകത്ത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. അഴകുള്ള ചക്കയിൽ ചുളയില്ലാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അഴകുള്ള ചക്കയിൽ ചുളയുണ്ട്. അഴകുള്ള ചക്കയിൽ ചുളയുണ്ടായാൽ എന്തായിരിക്കും? അതൊരു ഭാഗ്യ നിമിഷമല്ലേ? എൻ്റെ അനിയത്തെ ഞാൻ മനസ്സാ പഴിച്ചു, എന്നെയും പഴിച്ചു. ഇത്രയും നാളായിട്ടും ഇവനോട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായില്ലല്ലോ. എങ്കിൽ പണ്ടേ എനിക്ക് ആനന്ദസാഗരത്തിൽ ആറാടാമായിരുന്നു. അതുമാത്രമല്ല, അനിയത്തെ പഴിച്ചതിന് വേറൊരു കാര്യമുണ്ട്. ഇത്രയും മികച്ച സ്വപ്നങ്ങൾ താരാട്ടാതെ വിടുന്ന, അവോയ്ഡ് ചെയ്യുന്ന അവളുടെ മോന്തക്കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കണ്ടേ മാഡം? ഇവളൊക്കെ എന്തൊരു സ്ത്രീയാണ്. ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിനെ എല്ലാ ദിവസവും മാടി വിളിച്ചതിന് പകരം ഇവനായിരുന്നെങ്കിൽ ഞാനില്ലേ 1000 വട്ടം മാടി മാടി വിളിക്കും. കൊടുക്കില്ല, നിനക്ക് ഞാൻ റെസ്റ്റ് തരില്ല. കാരണം എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വേണം എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അവനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. ചുരുക്കം പറഞ്ഞാൽ അവൻ എനിക്ക് ആശ്വാസമായി വന്നു. ചില ആഴ്ചകൾ അവന് വരില്ല, ഔദ്യോഗികമായി തിരക്കാണ്. ആ സമയത്ത് ഞാൻ പൊറുതിമുട്ടി അവനെ ചിലപ്പോൾ ഫോണിൽ വിളിച്ച് നന്നായിട്ട് വഴക്ക് പറയും. നീ എന്തെടുക്കുകയാണ് എന്ന് ചോദിക്കും. ചില സമയത്ത് ഞാൻ കണ്ണ് പൊട്ടുന്ന ചീത്ത വർത്തമാനങ്ങളും പറയാറുണ്ട്. അവനത് കേട്ട് ചിരിക്കും. കള്ളി, ഞാൻ ഉടനെ വരികയാണെന്ന് പറയും. അവൻ്റെ ആ തേനൂറുന്ന വർത്തമാനം കേൾക്കുമ്പോൾ ഞാൻ ഒരു തേനലിഞ്ഞ പെണ്ണായി മാറി. ഇത്രയും പ്രായമുള്ളതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാനിപ്പോഴും ചെറുപ്പമാണ്. മനസ്സ് ചെറുപ്പമായാൽ മാർഗവും ചെറുപ്പമാകും. അങ്ങനെ അവനുള്ളത് കൊണ്ട് ജീവിതം പുഷ്ടിപ്പെടുത്തിപ്പോയി. എൻ്റെ അനിയത്തി അറിയാതിരിക്കാൻ ഞാൻ മാക്സിമം എല്ലാവരിൽ നിന്നും അകലം പ്രാപിച്ചു. ഒരു വിധവയുടെ കാണാക്കോലം കിട്ടി ഞാനതിൽ മറച്ചു വെച്ച് ആർത്തരച്ച് തുള്ളുകയായിരുന്നു. എനിക്ക് ഒരു നിഗൂഢ സന്തോഷമുണ്ടായിരുന്നു. ആ സുന്ദരൻ, അവൻ പ്രായമായെങ്കിലും സുന്ദരൻ തന്നെയാണ്.
എൻ്റെ സ്വപ്ന പുരുഷനായി അവൻ മാറുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഇതിനിടയ്ക്ക് മോള് എൻ്റെ അനിയത്തെ പോലെയായി. ഒരുത്തരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അവൻ്റെ വീട്ടിലും പ്രശ്നം, എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. ഓ, എന്ത് ചെയ്യാനാ മാഡം, അവളും കണ്ടുപിടിച്ചത് അപൂർവമായ ഒരു സുന്ദരനെയാണ്. എൻ്റെ മോള് പിന്നെ എന്നെപ്പോലെ സുന്ദരിയായതുകൊണ്ട് കണ്ടുപിടിച്ച ചെക്കൻ മോശമാകാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനും എൻ്റെ ഈ അനിയനും കൂടെ പോയി സംസാരിച്ചു. അവർക്ക് ഞങ്ങളുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരെക്കാൾ ഒട്ടും ചെറുതല്ല ഞങ്ങളെന്ന് മനസ്സിലായി. അതോടുകൂടി ജാതിയിലെ ചെറിയൊരു വ്യത്യാസം അവിടെ അലഞ്ഞിരിഞ്ഞില്ലാതായി. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു മരുമകനെ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നു. മോളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 10 മാസമായി. ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെയാണ് മോളുടെ വീട്. അവർക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, രണ്ടുപേരും സുഖമായിട്ട് കഴിയുകയാണ്. പക്ഷേ ഞാൻ തനിയാണല്ലോ താമസിക്കുന്നത്. എൻ്റെ മകനാണെങ്കിൽ ദൂരെ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരുമകൻ എന്നോട് ഭയങ്കര കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വരും, മിക്കവാറും ദിവസങ്ങളിൽ അവരോടൊന്ന് താമസിക്കാറുണ്ട്. അല്ലാത്തപ്പോഴും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും വന്ന് കയറും. കാര്യം അവൻ ബിസിനസ് ചെയ്യുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡിൽ കൂടെ പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ ഉണ്ടെങ്കിൽ അവൻ കയറി ഒരു ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പോകാറുള്ളൂ. പക്ഷേ ഞാൻ അവനെ സഹായത്തിനൊന്നും വിളിക്കാറില്ല. കാര്യം എനിക്ക് അനിയൻ എല്ലാ കാര്യത്തിലും കൂട്ടിനുണ്ടല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് മാഡം ഒരു വട്ടം ഒരു 4 മണിയായപ്പോൾ അനിയൻ വന്നു. അന്ന് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് കാര്യം. ഡ്യൂട്ടി ടൈം കഴിയുമ്പോഴേക്കും അവനങ്ങ് തിരിച്ചെല്ലുകയും വേണം. ആവേശത്തോടുകൂടി ധന്യമായ ഉപാസനകളിലേക്ക് ഞങ്ങൾ കടക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മനസ്സ് അന്ന് ടെൻഷൻ ഫ്രീ ആയിരുന്നു. കാര്യം മരുമകൻ വന്ന് പിന്നെ അപ്രതീക്ഷിതമായിട്ട് അവൻ കയറി വരാം. പക്ഷേ ഇന്നലെ അവൻ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ വന്നതാണ്, ചായ കുടിച്ചിട്ട് പോയതാണ്. ഇനിയിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാറുള്ളൂ, അടുപ്പിച്ചങ്ങനെ വരാറുമില്ല എന്ന് ഞാൻ അവനോട് പറയുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ വന്നാലും കുഴപ്പമില്ല, കോളിംഗ് ബിൽ അടിക്കുമ്പോഴേക്കും അങ്ങ് ഇറങ്ങി ചെന്നാൽ മതി, ഞാനിവിടെ എപ്പോഴും വന്ന് ചേച്ചിക്ക് സഹായം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നീ എൻ്റെ അനിയനല്ലേ, നമ്മൾ സ്വന്തക്കാരാണല്ലോ, ഇനിയിപ്പോൾ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒത്തിരിയധികം സമാശ്വാസ സമ്മാനങ്ങൾ കൈമാറാനുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞതോടുകൂടി അവൻ പോകാനിറങ്ങി. ടാറ്റ കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു. അകത്ത് കയറിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്ത് കാണും. അപ്പോഴേക്കും മരുമകൻ കാറുമായിട്ട് വന്നു. പ്രശ്നമൊന്നുമില്ല. ഞാനാണെങ്കിൽ അവനെ സ്വീകരിച്ചു, ചായ ഇട്ട് കൊണ്ട് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കണം, എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അകവാള വെട്ടി. എന്താ മോനെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയില്ലെന്ന്. ഞാൻ ഞെട്ടിയെങ്കിലും ഞെട്ടാത്ത രീതിയിൽ അവനോട് ചോദിച്ചു, എന്താണ് നീ കാര്യം പറ, വെറുതെ ഇങ്ങനെ ഓരോ ആമുഖം പറഞ്ഞുകൊണ്ടിരിക്കാതെ. അപ്പോൾ അവൻ പറഞ്ഞു, ഹരിയെങ്കിലും അമ്മയും തമ്മിലുള്ള ഈ ബന്ധം ഉപേക്ഷിക്കുന്നത് നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ബന്ധം? ഞങ്ങൾ തമ്മിൽ ഓൾറെഡി ബന്ധമുണ്ട്. അതായത് എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണവൻ. എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ളത് അവനാണ്. അവൻ വന്ന് സഹായിക്കുന്നതിൽ നിനക്കെന്താ കുഴപ്പം? നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആ ബന്ധത്തിലല്ല ഞാൻ ഇടപെടുന്നത്, മറ്റുള്ള കാര്യത്തിലാണെന്നും. നീ എന്തായി പറഞ്ഞത്? വെറുതെ ഇരിക്കുന്ന എന്നെ നീ കുറ്റക്കാരിയാക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ഇപ്പം ഹരിയങ്ങൾ ഉണ്ടായിരുന്നല്ലോ, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പോയത്. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു, ഒരാവശ്യമുണ്ടായിരുന്നു. ഇന്നലെ വന്നതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ വരില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഒരാവശ്യം വന്നു. അപ്പോഴാണ് ഹരിയങ്ങളുടെ കാറ് ഇവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുന്നു. എനിക്കെന്തോ സംശയം തോന്നി. ഞാൻ ഗേറ്റ് തുറന്ന് ഇതിലൂടെ കയറി പുറവശത്ത് വന്ന് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അവിടെ വന്ന് എല്ലാം ഞാൻ കണ്ടില്ലെങ്കിൽ കേട്ടു. അകത്തുള്ള എല്ലാ കോലാഹലങ്ങളും 1/2 മണിക്കൂറോളം കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഇനിയിപ്പം പുള്ളിക്കാരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ അടുത്ത ജംഗ്ഷനിൽ തന്നെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമ്മേ, ഇത് കുടുംബക്കാരറിഞ്ഞു കഴിഞ്ഞാൽ, അമ്മയുടെ മോൾ അറിഞ്ഞാൽ, മോൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുഞ്ഞമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാകും? അപ്പോൾ ഞാൻ തല കുനിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അറിയില്ലടാ, അങ്ങനെ സംഭവിച്ചു പോയി. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു ഭർത്താവ് വേണമെന്ന് തോന്നുന്നത് കുറ്റമൊന്നുമല്ല. അതിന് ഞങ്ങളോട് പറയാമായിരുന്നു. മോളോട് പറയാം, അവൾ അംഗീകരിക്കും. ഞങ്ങളെല്ലാം സ്വതന്ത്ര ചിന്താഗതിയുള്ള ആൾക്കാരാണ്. വേറെ കല്യാണം അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ വാർദ്ധക്യത്തിലും അതിന് ഞങ്ങൾ റെഡിയാണെന്നും. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വേണ്ട. കല്യാണത്തിന് ഒരാളെ എനിക്കിഷ്ടമല്ല. എനിക്കൊരു ഭർത്താവിനെ ഒന്നും മാനേജ് ചെയ്യാൻ ഇനി പറ്റില്ല. അയാളുടെ കീഴിൽ അടങ്ങി ഒതുങ്ങി കഴിയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവ ചോദിച്ചു, വേറെന്താ അമ്മയ്ക്ക് ആവശ്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്ന്. ഓ, അപ്പോൾ അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യത്തിന് സ്വന്തം വീട്ടിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു, അവൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കാര്യം എൻ്റെ ഭർത്താവിനേക്കാൾ സ്വന്തനായ ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടിയതുകൊണ്ട് എനിക്കിത്തിരി അസൂയ നോട്ടമുണ്ടായിരുന്നു. അവന് സമ്മതമായിരുന്നു. ഇപ്പം അതിനുള്ള സാഹചര്യമുണ്ട്.
അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നീ ഇനി ഇതിപ്പോൾ എല്ലാവരോടും പറയുകയാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കിയത് നീയാണെന്ന് വരുത്തി തീർക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാലും നിങ്ങളും കൂടെ നാറും, അത്രയേ ഉള്ളൂ. നിനക്കിത് ആരോടെങ്കിലും പറയാം, പറയാതിരിക്കാം, അതൊക്കെ നിൻ്റെ ഇഷ്ടമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആരോട് പറയാനൊന്നും പോകുന്നില്ല, പക്ഷെ അമ്മയെ വാൺ ചെയ്തതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തി ഓടി വരുന്ന ഓർത്ത് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓടിയാലും ചാടിയാലും എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് തൊട്ടേ അടക്കാനാവാത്ത ചാകരകളുമായി ജീവിച്ചൊരു സ്ത്രീയാണ് ഞാൻ. അത് എനിക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഉറക്കം പോലും വരില്ല. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസത്തേക്ക് അവൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചാകരക്കോട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെ പറയാമെന്ന്. ഞാൻ ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാണ് എൻ്റെ മോളെ പ്രേമിച്ചത്? നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഒന്നും മിണ്ടിയില്ല. അതുപോലൊക്കെ തന്നെയുള്ളൂ, ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എല്ലാം ഒന്നും അവസാനിക്കില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, ഞാൻ കണ്ടുപിടിച്ചതുപോലെ ആർക്ക് വേണമെങ്കിലും ഇത് കണ്ടുപിടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, കണ്ടുപിടിക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് അവൻ്റെ വാചകങ്ങളെ മുറിച്ച് പറയാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ, നമുക്ക് ഒരു പുനർവിവാഹം നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. എനിക്ക് ആരെയും ശുശ്രൂഷിക്കാനോ അവരുടെ പുറകെ നടക്കാനോ അവരുടെ ആജ്ഞകളെ കേൾക്കാനോ വയ്യ. ഞാൻ സ്വതന്ത്രയാണ്. ഇവൻ വരുമ്പോൾ എന്നെ ഭരിക്കുന്നില്ല. അവൻ കുറച്ച് സമയം നിൽക്കുന്നു, പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്കതിൽ കൂടുതൽ ഒന്നും വേണ്ട. ഇനി ഒരാളുടെ ദുശാഠ്യങ്ങളും ദുസ്വഭാവങ്ങളും സഹിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ അവന് ഉത്തരമില്ലാതായി. എങ്കിലും കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ, അപരിചിതനായ ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷേ എൻ്റെ മരുമകനോ എൻ്റെ അനിയത്തിയുടെ ഭർത്താവോ ഒന്നും വന്നു കഴിഞ്ഞാൽ അവർ ആരും ഒന്നും വിചാരിക്കില്ല. ഇവിടെ എത്ര നേരം നിന്നാലോ ഒരു ദിവസം താമസിച്ചാലോ ഒന്നും വിചാരിക്കില്ല. കാര്യം എന്താണ്? അവരെനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അത്രയേ ഉള്ളൂ. ഈ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ പ്രശ്നമില്ല. അപ്പോൾ അമ്മ ഇതൊക്കെ ആലോചിച്ചുറപ്പിച്ചിട്ട് കടന്നാണെന്ന്. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ആരെങ്കിലും ഒന്ന് വേണ്ടേ? എനിക്കും വാഴയ്ക്ക് വെള്ളം നനയണ്ടേ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആരോട് ഇത് പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ സൂക്ഷിച്ച് വേണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്തായാലും അവൻ എൻ്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് ഓർത്തു. അവൻ പാവമാണ്. പക്ഷേ മാഡം, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ വന്നത്. അന്നവൻ അടുക്കളയിലേക്ക് കയറി വന്നു. അമ്മേ, ചായ എന്ന് പറഞ്ഞു. ഞാൻ ചായ ഇട്ട് നിൽക്കുമ്പോൾ അവനോട് ചോദിച്ചു, ഇനി ഹരിയെങ്കിൽ എന്നാ വരുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം? അല്ല അമ്മ, പറയാമേ, എന്നാ വരുന്നത്? അമ്മയുടെ സ്വപ്നകാമകനെന്ന്. ഞാൻ പറഞ്ഞു, അവൻ ഇനി തിങ്കളാഴ്ച വരുള്ളൂ എന്ന്. പെട്ടെന്ന് അവൻ എൻ്റെ പുറകിൽ വന്നു നിന്ന് മാഡം. അവൻ എന്നെ വട്ടം പിടിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നതെന്നും. അമ്മ അനങ്ങരുത്, ദേ ചായപാത്രം താഴെ വീഴും, അമ്മ ചായ ഇട്ടോ എന്ന് പറഞ്ഞു. മാറിക്കേ, നീ ഇത് എന്തുദ്ദേശിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അമ്മയ്ക്ക് പറയാതറിയാം. ഇന്ന് അമ്മയ്ക്ക് ഒഴിവ് ദിവസമല്ലേ, പക്ഷേ പണ്ടമ്മ എന്ന് സജീവമല്ലേ? എന്ന് സജീവമാകാൻ ആഗ്രഹിക്കുന്ന അമ്മയുടെ ഒഴിവ് ദിവസങ്ങളിൽ കടന്നു വന്ന ഒരു അതിഥിയാണ് ഞാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, നീ പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിനും തയ്യാറായിരുന്നു മാഡം. എൻ്റെ മനസ്സ് എല്ലാ ദിവസവും കത്തി ജ്വലിക്കുന്ന ഒരു അഗ്നി പോലെയായിരുന്നു എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആരോടും ഒരു വ്യത്യാസവും തോന്നുന്നില്ല. സുന്ദരനായ പുരുഷൻ, അങ്ങനെ ഒരു പുരുഷൻ, എനിക്ക് തോന്നും അപരിചിതരായ ഒരാൾ പോലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ എന്നുള്ളൊരു മനസ്ഥിതിയാണ് എൻ്റെ എന്ന് എനിക്ക് ആ സമയത്ത് തോന്നിപ്പോയി. ആ സമയത്ത് അവൻ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പിന്നൊന്നും പറയാനില്ലായിരുന്നു. ചെക്കനല്ലേ, ആവേശം കൂടുതലല്ലേ. അവൻ എന്നെ വട്ടക്കറങ്ങിക്കൊണ്ട് അപ്പുറത്തേക്ക് നടക്കുമ്പോൾ അടുപ്പിലെ പാൽ തിളച്ചു പൊങ്ങുകയായിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും പുതിയൊരു പുരാവൃത്തം കുറിച്ചു. എനിക്കതിൽ യാതൊരു കുറ്റബോധം തോന്നിയില്ല. പിന്നീട് അവൻ എന്നെ വിളിച്ചു ചോദിക്കും, ഹരിയങ്കിൾ ഇന്നുണ്ടോയെന്ന്. ഞാൻ പറയും, ഇന്നില്ലെന്ന്. അന്നവൻ എന്തെങ്കിലും അവസരം ഉണ്ടാക്കി അവിടെ വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാളുകളും എൻ്റെ ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമാണെങ്കിലും എൻ്റെ മരുമകൻ പറയുന്നത് ഹരിയങ്കിളിനോടും ഈ ഒരു കാര്യം പറയണമെന്നാണ്. ഇന്ന് വരെ മരുമകനുമായുള്ള എൻ്റെ സ്നേഹബന്ധത്തിൻ്റെ കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. എൻ്റെ മരുമകൻ പറഞ്ഞത്, ഹരിയങ്കിൽ ഇത് അപ്രതീക്ഷിതമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷോക്കാകും, അസൂയുണ്ടാകും. അത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത മനോഭാവം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് 3 പേർക്കും അറിഞ്ഞുകൊണ്ട് ഈ രഹസ്യങ്ങൾ കൈമാറി പരസ്പരം ഒത്തുചേർന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കും. അങ്ങനെ ഫാമിലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് അവൻ പറഞ്ഞത്. അത് നല്ലൊരു ഐഡിയയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പക്ഷേ അനിയനോട് പറയാൻ എനിക്കൊരു മടിയുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ മാഡം? ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഈ കുടുംബത്തിനുള്ളിൽ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യം അതീവ അപകടകരമായൊരു കാര്യമാണ്. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പൊട്ടിയാൽ പൊട്ടിയതാണ്. അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങൾക്കതിൽ വേവലാതിയുമില്ല. എന്നാലും നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം.
കാര്യം നിങ്ങൾക്ക് വേണ്ടത് കാമുകന്മാരെയൊന്നുമല്ല, അതായത് പ്രേമബന്ധമോ സ്നേഹബന്ധമോ ജീവിത പങ്കാളിയൊന്നുമല്ല. വേണ്ടത് ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആളുകൾ മാത്രമാണ്. അതിപ്പോൾ നിങ്ങൾ പറയുന്നത് സൗന്ദര്യമുള്ള ഒരാൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരെയാണെങ്കിലും സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെന്നാണ്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് വളരെ കാഷ്വലായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞൊരു ബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. മരുമകൻ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ ആദ്യമേ പറഞ്ഞു തുടങ്ങാം. അത് കഴിഞ്ഞ ശേഷം ഓക്കെ ആണോ അവൻ വരുന്നതിലെന്നൊക്കെ ഈ ഒരു അനിയനോട് ചോദിക്കാം. അങ്ങനെയായി കഴിയുമ്പോഴേക്കും രഹസ്യമായിട്ട് ഈ കൂട്ടുചേർന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയേക്കും. മരുമകൻ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ മരുമകൻ അതൊക്കെയാണ്, ഒരു കുഴപ്പമില്ല, അക്സെപ്റ്റബിളാണ്. പക്ഷേ ഈ പറയുന്ന ഹരി എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയാണ് നിങ്ങളോട് ഭയങ്കര പോസസീവായുള്ള സ്നേഹമാണ്, നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അസൂയയും പ്രശ്നങ്ങളെ വരികയുള്ളൂ. അതല്ല, ഓപ്പൺ രീതിയിൽ അയാൾ ആഗ്രഹിക്കുന്ന ആളാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ പറയാം. അയാളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയുള്ളൂ. അങ്ങേര് നല്ല രീതിയിൽ സ്വീകാര്യനാണ് ഇത്തരം കാര്യങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എന്ത് വേണമെങ്കിലും കാണിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് അയാളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കുക. അയാളുടെ ആറ്റിറ്റ്യൂഡ് അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മാനേജ് ചെയ്യുക.